മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലെ പാറകൾ നീക്കം ചെയ്തു. ഒരു ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാറയും മണ്ണും നീക്കം ചെയ്തത്. ചുരത്തിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ചുരത്തിൽ ഏറെ നീണ്ട സമയത്തിനൊടുവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അയക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചരക്ക് ഗതാഗതമടക്കം, ചരക്ക് വാഹനങ്ങളടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം മുകളിലേക്കുള്ള വാഹനങ്ങൾ കൂടി കടത്തി വിടും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. രാത്രിയിൽ മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചുരം അടക്കേണ്ടി വരും, താൽക്കാലികമായി അടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ മഴ കനത്ത് പെയ്താൽ വീണ്ടും ഒരുപക്ഷെ മലയിടിച്ചിൽ സാധ്യത ഉൾപ്പെടെയുള്ളവ തള്ളിക്കളയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകും രാത്രിയിൽ ചിലപ്പോൾ തടയേണ്ടി വരും എന്നുള്ള തരത്തിൽ പോലീസ് ഒരു അറിയിപ്പായി തന്നെ അത് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും മറ്റ് നടപടിക്രമത്തിലേക്ക് കടക്കുക. അതായത് മറ്റ് വാഹനങ്ങൾ കടത്തിവിടാൻ, പൂർണ്ണതോതിലേക്ക് കടത്തിവിടാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം നടക്കുക. അതിനുശേഷമാകും എന്നുള്ളത് പോലീസ് വ്യക്തമായ രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു ശ്രമഫലമായിരുന്നു. ഇന്ന് രാവിലെയാണ് പണികൾ പുനരാരംഭിച്ചത്. ഇന്ന് രാവിലെ 7:30 കൂടി ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടാണ് പണികൾ പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ പാറ എല്ലാം തന്നെ ഉടച്ച് അതിനുശേഷം അത് മറ്റൊരു ഇടത്തേക്ക് മാറ്റി മണ്ണടക്കം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നത്. ഇതിനുശേഷം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ അടർന്നു നിൽക്കുന്ന പാറയും മണ്ണും നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം അത് നടന്നിരുന്നു. മുകളിൽ കയറി നിന്നുകൊണ്ട് ഇത് താഴേക്ക് ഈ പാറകളടക്കം തള്ളി വിടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഇതിനുശേഷം വൈകിട്ടാണ് ചളി അടക്കം, റോഡിലടിഞ്ഞ ചളി അടക്കം ക്ലിയർ ചെയ്തുകൊണ്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏറെ സമയമായി ആളുകൾ ഇവിടെ കാത്ത് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ, ചരക്ക് വാഹനങ്ങളടക്കം കാത്തു കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ദീർഘദൂര യാത്ര, ബാംഗ്ലൂരിൽ നിന്നും മറ്റും വന്ന യാത്രക്കാരടക്കം കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അതിന് ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.